ഓസ്ട്രേലിയയിലെ ബോണ്ടേ ബീച്ചിൽ നടന്ന ഭീകരാക്രമണത്തിലെ പ്രതികൾ നാളുകളായി നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ പോലീസ്. ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട സാജിദ് അക്രത്തിന് 6 തോക്കുകൾക്ക് ലൈസൻസ് ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഇവയിൽ 4 തോക്കുകൾ ആക്രമണം നടന്ന സ്ഥലത്തു നിന്ന് തന്നെ പോലീസ് പിടിച്ചെടുത്തു. അക്രമികളെത്തിയ കാറിൽ നിന്നും IS പതാകയും കണ്ടെടുത്തു. വിദ്യാർത്ഥി വിസയിലാണ് സാജിദ് ഓസ്ട്രേലിയയിലെത്തിയത്. 1998 ഇയാൾ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. വിദ്യാർത്ഥി വിസയിലാണ് സാജിദ് അക്രം ഓസ്ട്രേലിയയിലെത്തിയത്. 98-ലെത്തിയ ഇയാൾ ഇവിടെ തുടരുകയായിരുന്നു. പിന്നീട് ഇയാളുടെ മകൻ നവീദ് അക്രമവും ഓസ്ട്രേലിയയിലെത്തി. കാലങ്ങളായി ഇവർക്ക് IS ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആക്രമണം നടത്തിയയിടത്തു നിന്ന് കണ്ടെത്തിയ ഇവരുടെ കാറിൽ നിന്ന് IS പതാകയും കണ്ടെത്തി. സ്ഫോടക വസ്തുക്കളും ആ കാറിലുണ്ടായിരുന്നു. സാജിദ് അക്രമിന്റെ പേരിൽ 6 ലൈസൻസുള്ള തോക്കുകൾ ഉണ്ടെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. 4 ആക്രമണം നടന്ന ബോണ്ടായ് ബീച്ചിൽ നിന്ന് കണ്ടെത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാജിദും മകൻ നവീദും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെയാണ് ഇരുവരും ചേർന്ന് യഹൂദ ആഘോഷവേദിയിലേക്ക് കടന്നുകയറി വെടിയുതിർത്തത്. ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 40-ലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.